ഹലോ കൂട്ടുകാരെ, ഇന്ന് സൺഡേ ആണെങ്കിലും കുറച്ച് നേരം അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാനും വീട്ടിലുണ്ടായിരുന്നു, എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ അവളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇന്നിപ്പോൾ കുറേ ദിവസമായിരുന്നു ചോറ് വെച്ചിട്ട്. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും ചോറ് കഴിക്കാറില്ലായിരുന്നു. പിന്നെ ഇന്നിപ്പം ചോറൊക്കെ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രമൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുക്കറിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പതക്കരലുണ്ടല്ലോ, പോത്തിൻ്റെ നല്ല പതക്കരൽ കിട്ടി. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഇനി നമുക്ക് മീറ്റ് എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്നുകൂടെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി. പിന്നെ വാഷ് ബേസിനൊക്കെ കഴുകാനുണ്ടായിരുന്നു. വാഷ് ബേസിനൊക്കെ കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്തു. പിന്നെയും പണിയുണ്ടായിരുന്നു, മുറ്റടിക്കാനും. ഇന്നത്തെ ദിവസമേ പോക്കായിരുന്നു, ഫുള്ള് പണിയായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടു. അതിൻ്റെ ഇടയ്ക്ക് അമ്മുക്കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മുക്കുട്ടിക്ക് ഇങ്ങനെ ആരെങ്കിലും കളിച്ചുകൊണ്ടിരിക്കണം, അമ്മുക്കുട്ടി കിടന്ന് വിളിക്കുന്നു, മമ്മി വാ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒതുക്കിയിട്ട് അമ്മുക്കുട്ടിയായിട്ട് കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം കളിച്ചുകൊണ്ട് അമ്മുക്കുട്ടിക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതൊക്കെ പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ കഴിച്ചു. അമ്മുക്കുട്ടി മമ്മിക്ക് ഇച്ചിരി താന്ന് പറഞ്ഞിട്ട് അവൾ തരുന്നില്ല കേട്ടോ. പിന്നെ പുറത്ത് പോയി കുറച്ചുകൂടെ തുണികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ അകത്ത് വന്നപ്പം വീണ്ടും പണി. അവിടെ എല്ലാം അമ്മുക്കുട്ടി ക്ലേ എല്ലാം വാരി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ തൂത്ത് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ എനിക്കിനി കിച്ചണിൽ പരിപാടിയുണ്ട്. ലഞ്ചിനുള്ള ഫുഡൊക്കെ കുറേ ഉണ്ടാക്കണം. പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു. 2 പാവയ്ക്ക കുറച്ച് ദിവസമായി ഇരിക്കുന്നു ഫ്രിഡ്ജിലിങ്ങനെ. പിന്നെ അതിങ്ങനെ മെഴുക്കുരട്ടി ഉണ്ടാക്കി. കുറച്ച് നല്ല കാന്താരി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് നല്ല ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ഇതെല്ലാം തേങ്ങയില്ലാത്ത കറികളാണ് ഞാനിന്ന് കൂടുതൽ ഉണ്ടാക്കിയത്. മോരുകൂട്ടാൻ ഉണ്ടാക്കി, ഓമയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി, അതിലും കുറച്ച് കാന്താരി മുളക് ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടെ മറ്റേ പതക്കരലുണ്ടല്ലോ, അതൊന്നും കൂടെ ചട്ടിയിലൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നമ്മളെങ്ങനെയാണോ മീറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തു. ഈ സമയം അമ്മുക്കുട്ടിയും പപ്പായും കൂടെ പുറത്തിരുന്ന് ക്ലേ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതാണ് പതക്കരലെന്ന് പറയുന്നത്. ഇതിപ്പോൾ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, അങ്ങനെ പറക്കി കഴിക്കാൻ. അങ്ങനെ ചോറായി. ഇപ്പോൾ മാങ്ങ അച്ചാറുണ്ട്, പിന്നെ മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ പാവയ്ക്ക ഉണ്ട്, പിന്നെ എന്താ പറയുന്നത് മോരുകൂട്ടാൻ. ഇതിപ്പം മില്ലറ്റിൻ്റെ കഞ്ഞി. അങ്ങനെ അമ്മുക്കുട്ടിയും പപ്പായും പിന്നെയും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക.